ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനുള്ളത് നമ്മുടെ കൊല്ലം ചിന്നക്കടയിലുള്ള വിൻറ്റേജ് ഹൗസിലാണ്. പുതിയ കുറേ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്, ആംപ്ലിഫയർ ഒക്കെ. അതൊക്കെ നമുക്ക് കാണാം. ഷാജി ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയാ ആംപ്ലിഫയർ എന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. പവർ ആംപ്ലിഫയർ ഒക്കെ വന്നിട്ടുണ്ട്, യമഹയുടെ ഒക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, പുതിയ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഏതൊക്കെയാ വന്നേക്കുന്നത്? ഇപ്പം പുതിയതായിട്ട് ഏറ്റവും അപ്ഡേഷനായിട്ട് ബോസിന്റെ പ്ലെയർ ബോസിന്റെ CD ആൻഡ് ആക്സ് FM എല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മൾട്ടിയാണിത്. ഒരു ക്യൂട്ട് സാധനം. അതെ, ക്യൂട്ട് സാധനമാണ്. അത് ഇതിനകത്ത് CD ഉള്ളതല്ലേ ബോസിന്റെ? അതെ, അതിന് CD ഉണ്ട്, FM ഉണ്ട്, അങ്ങനെ എല്ലാം നല്ല ഔട്ട്പുട്ടും ഒക്കെ ഉള്ളത് വർക്കിംഗ്. ഓക്കെ, പിന്നെ ഏതാണ്? പിന്നെ അത് ശരിക്കും ഒരു വിന്റേജ് ആമ്പാണ്. പൈനിയറിന്റെ ക്ലാസ് AB ആണ്. ക്ലാസ് AB. ഓക്കെ, അത് A004 എന്ന് പറയുന്ന സീറ്റാണ്. A004 അല്ലേ? അത് എത്ര വാട്ട്സ് വരും? അത് 60 ട്രാൻസിസ്റ്റർ ആണ്. 110 വാട്ട്സ് ആണ്. 110 വാട്ട്സ് കറണ്ട്. അതിന്റെ അഡാപ്റ്ററൊക്കെ ഉള്ള സെറ്റാണ്. ഓക്കെ, ശരിക്കും മെയ്ഡ് ഇൻ ജപ്പാൻ. മെയ്ഡ് ഇൻ ജപ്പാൻ. അതെ, വലിയ ആംപ്ലിഫയർ അല്ലേ? അതെ, ഹെവിയാണ്, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഏതാ? ഇത് അക്കായി AM2400 എന്നുള്ളൊരു മോഡലാണ്. വിന്റേജ് ആമ്പാണ്. അതും മെറ്റൽ ട്രാൻസിസ്റ്റർ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് ഇറങ്ങിയ ആംപ്ലിഫയർ ആണ്. വുഡൻ ബോഡിയാണ്. അതിന്റെ ഫ്രണ്ട് മാത്രമേ അലൂമിനിയം പാനൽ. സൈഡ് ഉടൻ അല്ലേ? സൈഡ് ഉടനാ. അതെ അതെ, മറ്റേ മെറ്റൽ ആൻഡ് ക്രോമ. പിന്നെ യമഹയുടെ ഇരിക്കുന്ന പവർ ആമ്പാണ്. യമഹയുടെ ഇത് പവർ ആമ്പാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. സോറി, കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള ഒരു മോഡലാണ്. എത്ര വർഷം? ഒരു 10 കൊല്ലം എന്തായാലും പഴക്കം ഉണ്ടാവും. 10 കൊല്ലം കാണും അല്ലേ? നല്ല ഡിസ്പ്ലേ ഒക്കെ 2010 ആ ടൈമാണോ? അതെ, ആ ടൈം ആയിരിക്കും അല്ലേ? ഇത് എത്ര വാട്ട്സാ? ഇത് 100 വാട്ട്സ് ആണ്. 100 പെർ ചാനൽ. ഇതിന്റെ മേളിലിരിക്കുന്നത് അതിന്റെ പ്രീ ആമ്പാണ്. അതിന്റെ പ്രീ ആണ്. C50 എന്ന് പറയുന്ന മോഡൽ. ഇത് പ്രീയും ആമ്പും സെപ്പറേറ്റ് 2 പീസാണ്. 2 പീസാ. അതെ, അത് ഇതിനകത്ത് ഓഡിയോ ലെവലൊക്കെ ഉള്ളതാ കേട്ടോ. ഇത് 2 ഓഡിയോ ലെവലുള്ള. അത് ഞാൻ ഓഡിയോ ലെവൽ അത് പാട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പൊ ഇതാണ്. പിന്നെ അടുത്തത് വന്നേക്കുന്നതൊക്കെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്? കുറച്ച് ഈക്വലൈസർ ഉണ്ട്. കെൻവുഡിന്റെ ഒരു ഈക്വലൈസർ വന്നിട്ടുണ്ട്. കെൻവുഡിന്റെ ഈക്വലൈസർ. ഓക്കെ, ഇത് എത്ര ബാൻഡാ? 7 ബാൻഡാണ്. 7 രണ്ട് മോഡലാണോ? അത് 2 മോഡലാണ്. ഇത് കെൻവുഡ് ഗ്രാഫിക്സ് ഈക്വലൈസർ G49 49. ഇത് G36 G36 2 മോഡലാ. അതെ, ഓക്കെ. പിന്നെ അടുത്തത് പൈനിയറിന്റെ വിന്റേജ് ആമ്പാണ്. മെറ്റൽ ട്രാൻസിസ്റ്റർ ആണ്. മോഡൽ നമ്പർ A40 ആണ്. ഓക്കെ. പിന്നെ JVCയുടെ ഒരു 110 വാട്ട്സ് ആണ്. പവർ ആംപ്ലിഫയറിന് XLR ഔട്ടൊക്കെ ഉള്ളതാണ്. ഇത് പവർ ആമ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രീ എങ്ങനെയാ? ഇതിന് പ്രീ സെപ്പറേറ്റ് നമ്മൾ വെക്കണം. ഒന്നുകിൽ മിക്സർ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ലുക്കിൽ ഇറക്കിയിരിക്കുന്ന JVCയുടെ ഓക്കെ. ഞാനത് JVCയുടെ അങ്ങനെ ആമ്പുകൾ ചുരുക്കവേ അവരുടെ സ്പെഷ്യൽ എഡിഷൻ ആണ്. 2 ലെവലൊക്കെ ഉണ്ട്. ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ലെവൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ലെവൽ JVC. പിന്നെ നാഡ് ഇത് ട്യൂണർ ആമ്പാണ്. ട്യൂണർ ആമ്പ. AVRന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. AVRന്റെ ലുക്കാണ്. ട്യൂണർ ആമ്പാണ്. ഇൻപുട്ടും സെലക്ടും എല്ലാം ഉള്ളതാണ്. സറൗണ്ട് സൗണ്ട് റിസീവർ AV716. നല്ല ഡിസ്പ്ലേ ആണ്. കാണാനൊക്കെ ഒരു നല്ല ഒരു ക്യൂട്ട് ഡയലൊക്കെയാണ് അതിന്റെ. ഓക്കെ, ശരിക്കും നല്ല. ഇത് ട്യൂണർ ആമ്പ. ഓക്കെ. നാഡ് എത്ര വാട്ട്സ് ഉണ്ട്? ഇത് 80. ഓക്കെ. അപ്പൊ താഴെ അടുത്ത ഇരിക്കുന്ന യമഹയുടെ ഇച്ചിരി മൊബൈലിന്റെ പടമൊക്കെ കൊടുത്തേക്കുന്നത് ഇച്ചിരി ലേറ്റസ്റ്റ് ആണ്. ഇച്ചിരി ലേറ്റസ്റ്റ് ആണ്. കുറച്ച് റീസെന്റ് ഉള്ള മോഡൽ വന്നിട്ട് കണ്ട് നാച്ചുറൽ സൗണ്ട് ഇന്റഗ്രേറ്റഡ് ആംപ്ലിഫയർ AS300. അതെ. ഓക്കെ, ഫേമസ് ആമ്പാണ് ഇത് കേട്ടോ. എങ്ങനെയുണ്ട്? 60+60. അതെ. അത് ഏതാ? ട്രാൻസിസ്റ്റർ ആണോ അതോ ഏതാ ഇത്? അത് മോസ്ഫെറ്റ് ആണ്. ഓക്കെ. പിന്നെ അടുത്ത താഴെ ഇരിക്കുന്ന ഇത് യമഹ ആണ്. 5.1 ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. AV റിസീവറാ. അതെ. അത് എത്ര വാട്ട്സ് വരും? ഫ്രണ്ട് ലെഫ്റ്റ് 80 to 80. ഫ്രണ്ട് മാത്രം. ബാക്കിയൊക്കെ
വാട്സ് കുറവാണോ? ഈക്വലായിട്ടാണ് വരുന്നത്. 80-80 ആണ് 5.1 ആയിട്ട് വരുന്നത്. 5.1. അത് അപ്പൊ സബ് ഔട്ട് സബ് ഔട്ട് ഉള്ളതാ അത്? അല്ലാതെ നമ്മുടെ അല്ലാതെ പ്രീ സബ് മറ്റേ അല്ലാതുള്ള സബ് കൊടുക്കണം? അല്ല, സബ് ഔട്ട് ഉള്ളതാ. ഓക്കെ. പിന്നെ വന്നിട്ടുള്ള ഏതാ? ഇതോ പൈനിയർ? ഇത് പുതിയതാണോ? അത് പുതിയതായിട്ട് വന്നതാണ്. പൈനിയറിന്റെ A449. ഓക്കെ. അത് എത്ര വാട്ട്സാ? അത് 60. ഓക്കെ. ഇതും 110 ആണോ അതോ? അല്ല, 220 ആണ്. 220. ഇതും പുതിയതായിട്ട് വന്ന A301. നേരത്തെ പൈനിയർ. ഇത് നേരത്തെ വന്നിട്ടുണ്ടോ? കട തുടങ്ങിയ ടൈമിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നല്ല പെർഫോമർ ആണ്, നല്ലൊരു ആമ്പാണ്, ശരിക്കും നല്ല ഔട്ട്പുട്ട് ആണ് അതിന്റെ. ഓക്കെ. പിന്നെ വന്നേക്കുന്നത് ഇത് പുതിയതല്ലേ? പൈനിയർ. അത് വിന്റേജ് ആണ്, അതാണ് കുറച്ച് യൂസ്ഫുൾ ആണ്. കുറച്ച് യൂസ്ഡ് ആണ്. അതിന്റെ ആണ് നിങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് അറിയാൻ പറ്റും. ചെറിയ ഒരു മെറ്റൽ ട്രാൻസിസ്റ്റർ ആണ്. അതൊരു ടെക്നിക്സ് 100+100 ആണ്. ഓക്കെ. അത് ക്ലാസ് എ ആണ്. ക്ലാസ് എ. അതെ. 110 ആണ് എന്റെ കറണ്ട്. ഓക്കെ. അടുത്തത് ഇതല്ലേ പൈനിയർ ട്യൂണർ ആമ്പ്. പൈനിയർ ട്യൂണർ ആമ്പ് ആണ്. സോണിയുടെ കാസറ്റ് പ്ലെയർ ആൻഡ് ട്യൂണർ. കാസറ്റ് പ്ലെയർ വിത്ത് ട്യൂണർ. അതെ, എല്ലാം പക്ക വർക്കിംഗ് കണ്ടീഷൻ ആണ്. പക്ക വർക്കിംഗ്. അതുപോലെ ഹർമൻ ഗാർഡിന്റെ ട്യൂണർ ആമ്പ്. ഇത് ഹർമൻ ഗാർഡിന്റെ ട്യൂണർ ആമ്പ്. അതെ. ഓക്കെ. പിന്നെ വേറെ CD പ്ലെയർ ഉണ്ടല്ലേ പൈനിയർ? അതെ, പൈനിയറിന്റെ CD പ്ലെയർ കണ്ടേ? ഇത് സിംഗിൾ CD ആണോ അതോ? സിംഗിൾ CD ആണ്. ഓക്കെ. പിന്നെ വന്നേക്കുന്നത് ഇതുണ്ടല്ലേ ടേപ്പ് റെക്കോർഡർ. നാഷണലിന്റെ RX C34. അതെ, ഫുൾ വർക്കിംഗ് ആണ്. നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള സെറ്റ് കേട്ടോ. നല്ല വൃത്തിയുള്ള സെറ്റ്. അപ്പൊ ഇത്രയാണ് സെറ്റുകൾ അല്ലേ? പിന്നെ നമ്മൾ ഈക്വലൈസർ സാൻസുയി. അതെ, അതുപോലെ സാനിയുടെ. പിന്നെ ഒരു സാനിയുടെ ഒരു കാസറ്റ് പ്ലെയർ ഉണ്ട്. അതെ. പിന്നെ കുറെ ഇംഗ്ലീഷ് ഓഡിയോ സീരീസ് ഉണ്ട്. അത് എടുക്കാവോ? അതൊന്ന് ആവശ്യമുള്ളവർ വിളിക്കട്ടെ. അതെ. ഇംഗ്ലീഷ് ഓഡിയോ CD തപ്പി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ഇംഗ്ലീഷ് ഓഡിയോ CDs ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻറ്റിലൊക്കെ പിൻ ചെയ്തിട്ടേക്കാം. ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ. അപ്പം കുറേ കളക്ഷൻ ഉണ്ട്. മൈക്കിൾ ജാക്സൻ്റെയും കുറേ ഉണ്ട് കേട്ടോ. ദ പോലീസ്. ഇതെല്ലാം ഗൾഫാന്ന് തോന്നല്ലോ. എല്ലാം വിദേശമോ? ഓക്കെ. അങ്ങനെ കുറേ ഓഡിയോ CDs. നമ്മുടെ LP റെക്കോർഡെല്ലാം അന്ന് പോയായിരുന്നല്ലേ? റെക്കോർഡ്സ് എല്ലാം പോയി. ബോണിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗ്യാങ്. ബോണിയമ്മിന്റെ 5 പീസുകളുണ്ട്. ഇതൊന്ന് തുറന്ന് എടുക്കാമോ? പിന്നെന്താ? 1 2 3 4 ഇതെല്ലാം പഞ്ചിങ് CD ആണ്. പിന്നെ അത് ഒറിജിനൽ CD. ഒന്ന് കാണിച്ചു കൊടുത്ത ഒരു CD ഒന്ന് എടുത്ത്. UK ആണ്. എല്ലാം പഞ്ചിങ് CD കേട്ടോ. വേണ്ടോ? റൈറ്റ് ചെയ്ത CD ഒന്നും അല്ല, എല്ലാം ഒറിജിനൽ പഞ്ചിങ് CD. പിറ്റേ ദിവസം മനുവിന്റെ ബ്ലോഗിൽ കയറി കഴിഞ്ഞാൽ സോറി കേട്ടോ, ഒന്നുകൂടെ 6 ഓളിയുണ്ട്, 5 ഓളിയുണ്ട്. അതെ, 5 ഓളിയുണ്ട് ബോണിയമ്മിന്റെ. പിന്നുള്ള എല്ലാം അത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കേസിൽ വരുന്നത്. വേറെ എല്ലാം ജുവൽ കേസുകളാട്ടോ. എല്ലാം വേണ്ട. ഇതും കൂടെ ഒന്ന് തുറന്നാണ് ചേട്ടാ. ഇംഗ്ലീഷ് കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. സിംഗിൾ CD ഉണ്ട്, ഡബിൾ CD ഉണ്ട്, 4 CD ഉണ്ട്. എല്ലാം ഉള്ള സാധനങ്ങളുണ്ട്. എടുക്കണോ? ഇനിയുണ്ടോ? എടുത്തോ, എല്ലാം കാണിച്ചോ. ഇഷ്ടം പോലെ സാധനം കേട്ടോ. ഓഡിയോ CD ഒരുപാട് സാധനമുണ്ട്. എല്ലാം ഇംഗ്ലീഷ് കേട്ടോ. ആബയൊക്കെ ഇരിക്കുന്നു. ഓക്കെ. ഇഷ്ടം പോലെ ഓഡിയോ CD കളക്ഷൻസ് ഉണ്ട്. തീർന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ഓടി പോകണ്ട. വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ്. ഓക്കെ, ഇതാണ്ട് അബ്ബയുടെ CD ആണ്. ഒരുപാട് ഓഡിയോ ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. അതാണ്ട് ഹോട്ടൽ കാലിഫോർണിയ. അതെ, പോലീസ്. അപ്പൊ ഇത്ര ഓഡിയോ CDയുടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടല്ലോ ഓഡിയോ CD കളക്ഷൻ. വേണ്ടുന്നവര് അവരുടെ പേരുകൾ, ഇതിന്റെ പേരുകൾ ഇട്ട് ബുക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. ആവശ്യമുള്ളവര്
അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷനും വിശേഷങ്ങളും ഒക്കെ. അപ്പം ഓഡിയോ CDs ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. ആംപ്ലിഫയർ ഒക്കെ ഇരിക്കുന്ന കണ്ടല്ലോ, ഇത്ര സാധനം ഇരിപ്പോൾ നിരത്തി കണ്ട് വെച്ചേക്കുവാണ്. അത് കണ്ടല്ലോ. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തോ കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.